പ്രശസ്ത ബ്ലോഗർ സുജിത്ത് ഭക്തൻ 50ഓളം രാജ്യങ്ങൾ പിന്നിട്ട് ഇന്ന് ലണ്ടനിലെത്തിയിരുന്നു. അപ്പോൾ ലണ്ടൻ കേരള ഹൗസിൽ വെച്ച് കട്ടൻ കാപ്പിയും കവിതയും എന്ന് പറയുന്ന പരിപാടിയുണ്ട്. ഞങ്ങൾക്കും ട്രാവൽ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. അപ്പം ഫസ്റ്റ് ടൈം ഞാൻ കുഞ്ഞിനെ കൊണ്ട് എവിടെ വേണം ഇന്ത്യയിൽ ട്രാവൽ ചെയ്യുന്നത്. വീണ്ടും കസാഖിസ്ഥാനാണ്. അങ്ങനെയാണ് അവിടുത്തെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അവിടുത്തെ അവസാന കസാഖിസ്ഥാനിൽ വന്നിട്ട് അവിടെ ഞാൻ റഷ്യയിൽ കയറി. റഷ്യയിലൂടെ ഞാൻ കയറി ജോർജിയ ഇറങ്ങിയിട്ട് അർമേനിയ പോയി. അവിടെ എനിക്ക് അസർബൈജാൻ പോകാൻ പറ്റിയില്ല. കാരണം അസർബൈജാൻ ലാൻഡ് ബോർഡേഴ്സ് വഴി നമുക്ക് പോകാൻ പറ്റില്ല. അർമേനിയയിൽ വീണ്ടും ജോർജിയ വന്നു. ജോർജിയയിൽ നിന്ന് നേരെ തുർക്കിയിൽ കയറി. തുർക്കിയിൽ ഞാൻ യൂറോപ്പിൽ ബൾഗേറിയയിൽ കയറി. ബൾഗേറിയയിൽ നിന്ന് പിന്നെ എല്ലാം ഇങ്ങനെ മേളിൽ ഇങ്ങനെ മാപ്പ് നോക്കിയാൽ മനസ്സിലാവില്ല. ഇവന്റെ മേളിൽ താഴെ മുകൾ താഴെ അങ്ങനെയാണ് പോയത്. അതിനകത്ത് ഉക്രൈനും ബെലാറസും ഒഴികെ ബാക്കി എല്ലാ രാജ്യങ്ങളും പോയി. തന്തയിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇഷ്ടം പോലെ. അതിന് വേണമെങ്കിൽ ഈ പറഞ്ഞ 52 രാജ്യങ്ങൾ പിന്നിട്ട് സുജിത്ത് ഭക്തൻ നടത്തിയ യാത്ര അങ്ങനെ ലണ്ടനിലെത്തിയിരിക്കുകയാണ്. ലണ്ടൻ കേരള ഹൗസിൽ വെച്ച് മലയാളി അസോസിയേഷൻ UK സംഘടിപ്പിച്ച കട്ടൻ കാപ്പിയും കവിതയും എന്ന പരിപാടിയിൽ വെച്ച് സുജിത്ത് ഭക്തൻ തന്റെ യാത്രാ അനുഭവങ്ങൾ പങ്കുവച്ചു. അതിനോടൊപ്പം അദ്ദേഹം നടത്തിയ യാത്രയെക്കുറിച്ചുള്ള പുസ്തകവും ഇവിടെ വിതരണം ചെയ്തു. നമ്മുടെ കാസർഗോഡ് കൂട്ടായ്മയ്ക്ക് വേണ്ടി റൌഫ് പടന്ന സ്നേഹോപകാരം നൽകി. യാത്രയെക്കുറിച്ചുള്ള വിവരണങ്ങൾക്ക്, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ക്ഷമയോടെ മറുപടി പറഞ്ഞു. സുജിത്ത് ഭക്തന്റെ യാത്രാ അനുഭവങ്ങൾ ആരെയും യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ്. യാത്രകൾക്ക് ആശംസകൾ.